കടവുകൾ നിറഞ്ഞ ജനാധിപത്യ വിശ്വാസികളെ, നമുക്കറിയാം നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് അഴിമതി രാഷ്ട്രീയം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയവും അത് തന്നെയാണ്. അഴിമതി രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അത് ജനാധിപത്യ ശോഷണമാണ്. എന്താണ് ജനാധിപത്യ ശോഷണം എന്ന് പറയാൻ കാരണം? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സമ്പ്രദായമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അങ്ങനെ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചിട്ട് ഈ പാവപ്പെട്ടവർ കൊടുക്കുന്ന ചെറിയ ചെറിയ പൈസയുടെ അടിസ്ഥാനത്തിൽ അവർ കൊടുക്കുന്ന മുതലെടുത്തിട്ട് അത് അഴിമതി നടത്തിയിട്ട് ഈ രാജ്യത്ത് ഇല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് ഒരാൾ ഭരിക്കുമ്പോൾ ആ ഭരണം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ശോഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇന്ന് നമുക്ക് കാണാം, കേരളത്തിലും ഇന്ത്യയിലും വർഗീയ ഫാഷിസം കലാപമാടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ എന്തേ ഇങ്ങനെ ഉയർന്നു വരാൻ, വർഗീയ ഫാഷിസം ഉയർന്നു വരാൻ കാരണമെന്ന് പറയുന്നത് അത് അഴിമതി കൊടുക്കുന്ന അടിത്തട്ടിൽ നിന്ന് വരുന്നതാണ്. എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേരളത്തിൽ അഴിമതി നടക്കുന്നു. കേരളത്തിൽ എത്രമാത്രം അഴിമതി നടക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് രാജ്യത്ത് നടക്കുന്ന വർഗീയ ഫാഷിസ ഭരണം എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം എന്ന് പറയുന്നത്? ഇന്ത്യ രാജ്യത്ത് എല്ലാ ജനാധിപത്യ പാർട്ടികളെയും അടിമപ്പെടുത്തുന്ന ഇല്ലെങ്കിൽ അവരെ കൂട്ടിലടക്കുന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കടന്നു വരുന്നുണ്ട്. ആ കടന്നു വരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അഴിമതിയുടെ രാഷ്ട്രീയമാണ്. എല്ലാ സ്ഥലത്തും അഴിമതി നടപ്പിലാക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് PM ശ്രീ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നു. എന്താ PM ശ്രീയുടെ ഉദ്ദേശം? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് PM ശ്രീയുടെ ഉദ്ദേശം ഈ സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാർ അവർ പറയുന്നത് എന്താ? PM ശ്രീ എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിലാക്കിയാൽ അവർക്ക് ലഭിക്കാൻ പോകുന്നത് 1478 കോടി ലഭിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സുതാര്യതയുണ്ട് അതില്. എന്താണ്? കേന്ദ്രം ഈ PM ശ്രീയിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും 1000 കോടി രൂപ സർവശിക്ഷാ അഭിയാൻ വഴി കേരളത്തിന് നൽകണം. അത് മറച്ചു പിടിച്ചിട്ട് സമൂഹത്തിനോട് അവർ പറയുകയാണ് 1478 കോടി രൂപ നമ്മൾക്ക് കിട്ടും PM ശ്രീയിൽ ഒപ്പിട്ട. എന്നിട്ടോ ഈ ഒപ്പിടുന്ന വിഷയം തങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഘടക കക്ഷികൾ വരെ അറിഞ്ഞില്ല. ആ മന്ത്രിസഭയിലുള്ള ഘടക കക്ഷിയായ മന്ത്രി വരെ അറിഞ്ഞില്ല. അങ്ങനെ അവർ ഒപ്പിട്ടു. എന്തിനാ ഒപ്പിട്ട് കൊടുത്തത്? അഴിമതി രാഷ്ട്രീയത്തിന് വേണ്ടി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കണം. ആ മുഖ്യമന്ത്രിയുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന്റെ മകന് വലിയ സാമ്പത്തികമായ നേട്ടമുണ്ട്. എവിടുന്നാണ് ഈ മകനിക്ക് ഇങ്ങനെ സാമ്പത്തികമായ നേട്ടം വന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ മകൾക്ക് വലിയ സാമ്പത്തികപരമായ മാസപ്പടി വിവാദം കേരളത്തിൽ കത്തി നിന്നില്ലേ? എന്തായിരുന്നു അതിന്റെയൊക്കെ പ്രശ്നം? അതിലൊക്കെ വലിയ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇതിനു മുമ്പുള്ള തൊട്ടു മുമ്പുള്ള ഒരു സർക്കാർ ഭരിച്ചപ്പോൾ 1.5 ലക്ഷം കോടി രൂപ കടമുണ്ടായിരുന്നത് ഈ സർക്കാർ ഭരിക്കുമ്പോഴേക്ക് 4.5 ലക്ഷം കോടിയോളമായ ആ കടബാധ്യത ഉയർന്നിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ വികസനമില്ലാതെ ഈ കടബാധ്യത ഉയർന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അഴിമതി രാഷ്ട്രീയം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഞാൻ പറഞ്ഞില്ലേ, ജനാധിപത്യത്തെ ചൂഷണം ചെയ്യുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ജനാധിപത്യത്തെ ചൂഷണം ചെയ്യുന്നതിലുപരി രാജ്യത്തിന്റെ സാമ്പത്തിക നഷ്ടം ഇല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നഷ്ടം അത് വലിയ തോതിൽ അഴിമതി രാഷ്ട്രീയത്തിലൂടെ നടപ്പിലാകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനൊക്കെ പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഈ അഴിമതി രാഷ്ട്രീയം കേരളത്തിൽ എന്നല്ല എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ജനങ്ങൾ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലേക്ക് പോയിട്ടുണ്ട്. എല്ലാവിടെയും അതല്ലേ അവസ്ഥ? അങ്ങ് ശ്രീലങ്കയിൽ വലിയ പ്രതിസന്ധി നടന്നിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. പ്രധാനമന്ത്രി, അവിടുത്തെ പ്രസിഡന്റ് രാജിവെച്ച് പോകേണ്ട അവസ്ഥ വന്നു. എന്തായിരുന്നു കാര്യം? അവിടെ വലിയ അഴിമതി ഭരണം നടന്നു. നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് നടക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ഈ അഴിമതി രാഷ്ട്രീയത്തിന് കൂട്ടുനിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ വർഗീയ കക്ഷികളാണ്. അതുകൊണ്ടല്ലേ കേരളത്തിൽ അഴിമതി ഇങ്ങനെ വളർന്നു വരുന്നത്? കേരളത്തിൽ അഴിമതി വരാൻ കാരണം വർഗീയ ഫാഷിസ്റ്റുകൾ കൂട്ടുനിൽക്കുന്നു എന്നതാണ്. കാരണം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയാണ്. ED വന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണ്. MA ചിദംബരം എന്ന് പറയുന്ന മുൻ ആഭ്യന്തരമന്ത്രിയെ അറസ്റ്റ് ചെയ്തു.
അതുപോലെ തന്നെ ലല്ലു പ്രസാദ് യാദവ് അവരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. DK ശിവകുമാറിനെ എന്തിന് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാൻ നോക്കി? അദ്ദേഹത്തിന്റെ MP സ്ഥാനം മരവിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മാതാവ് സോണിയാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ തലമുതിർന്ന രാഷ്ട്രീയ നേതാവ് ആ മേഡത്തിനെ എന്താണ് ചെയ്തത്? മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. പക്ഷേ കേരളത്തില് അഴിമതി വളരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഇന്നേവരെ ഒരീടിയും വന്നിട്ടില്ല. എന്താ കാരണം? അത് അഴിമതി ഭരണത്തിന് ഫാഷിസം കൂട്ടുനിൽക്കുന്നു എന്നതാണ്. ഇത് രണ്ടും സമൂഹത്തിന്റെ വലിയ ചതിക്കുഴിയിലേക്ക്, ഇല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി തീരുമെന്നും മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം. Next caller, Jim on the stage.